ദൈവത്തിന്റെ പോരാളികൾ തോറ്റുകൊണ്ടാണ് തുടങ്ങാറെന്നാണ് മുംബൈ ഇന്ത്യൻസ് ആരാധകർ എപ്പോഴും പറയാറുള്ളത്. എന്നാൽ ആദ്യ കളി ജയിച്ചിട്ട് പിന്നെയുള്ള 4 കളികളും തോൽക്കുന്ന ദൈവത്തിന്റെ പോരാളികളെ ഭയക്കണമോ വേണ്ടയോ എന്ന് മുംബൈ ഇന്ത്യൻസ് ആരാധകർ ഇതുവരെ ഞങ്ങളെ പഠിപ്പിച്ചിട്ടില്ല. മുംബൈ ഇന്ത്യൻസ് ക്യാമ്പിനുള്ളിൽ വലിയ പ്രതിഷേധങ്ങളും പ്രശ്നങ്ങളുമാണ് നടക്കുന്നത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം ജസ്പ്രീത് ബുംറ പന്തെറിയാൻ വേണ്ടി വന്നപ്പോൾ ഉണ്ടായ കാഴ്ച. ബുംറ ഔട്ട് ഓഫ് ഫോമിലാണ് നമുക്കറിയാം. ബുംറ കഴിഞ്ഞ 5 മത്സരങ്ങളായി പന്തെറിയുന്നു. 20 ഓവറിൽ നിന്നും വഴങ്ങിയത് 164 റൺസ്, എക്കോണമി ഓഫ് 8.2. അതാണ് ബുംറയുടെ സാഹചര്യം. പക്ഷേ ബുംറയ്ക്ക് ഇതുവരെ ഒരു വിക്കറ്റ് ഇല്ല. ലോകോത്തര ബൗളർ, T20-യിലെ തന്നെ നമ്പർ 1 ബൗളർ, ഈ ഫോർമാറ്റിലെ തന്നെ ഏറ്റവും പ്രസക്തിയുള്ള ബൗളർ എന്നൊക്കെ വിളിപ്പേരുണ്ടായിരുന്ന ജസ്പ്രീത് ബുംറയ്ക്ക് എന്ത് പറ്റി? ബാറ്റർമാർ ബുംറയെ റീഡ് ചെയ്യുകയാണോ എന്നാണ് ചോദ്യം. അടി വാങ്ങിക്കൂട്ടുകയാണ് ബുംറ. അത് വൈഭവ് സൂര്യവംശി മുതൽ ശ്രേയസ് അയ്യർ വരെ ബുംറയുടെ പന്ത് കൃത്യമായി ഗ്രൗണ്ടിൽ നിന്നും വെളിയിലേക്കാണ് പായിക്കുന്നത്. ബുംറ അവരുടെയൊക്കെ ബാറ്റിന്റെ ചൂടറിയുന്നുമുണ്ട്. പക്ഷേ നമുക്ക് സംസാരിക്കാനുള്ളത് ബുംറയുടെ ഔട്ട് ഓഫ് ഫോമിനൊപ്പം തന്നെ മുംബൈ ഇന്ത്യൻസ് ക്യാമ്പിൽ നടക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ്. രോഹിത് ശർമ്മ കഴിഞ്ഞ മത്സരം കളിച്ചില്ല. കളിച്ചത് ക്വിന്റൺ ഡി കോക്കാണ്. ക്വിന്റൺ ഡി കോക്ക് ആ അവസരം മുതലാക്കി സെഞ്ചുറി അടിക്കുകയും ചെയ്തു. പക്ഷേ അതൊന്നും പോരാ മുംബൈ ഇന്ത്യൻസിന് കളി ജയിക്കാൻ. കാരണം മുംബൈക്കുള്ളിൽ ഒരു അച്ചടക്കമില്ല, പ്ലേയേഴ്സ് തമ്മിൽ ഒരു ധാരണയില്ല. ഹാർദിക് പാണ്ഡ്യയാണ് മുംബൈ ഇന്ത്യൻസിന്റെ ക്യാപ്റ്റൻ. ഹാർദിക് പാണ്ഡ്യ എന്താണ് ചെയ്തത്? കഴിഞ്ഞ ദിവസം ജസ്പ്രീത് ബുംറ ബൗൾ ചെയ്യാൻ വേണ്ടി എത്തുമ്പോൾ സാധാരണയായി ഒരു ബൗളർക്ക് അയാളുടെ പ്ലാൻ ഉണ്ടാകും. അയാൾ അതനുസരിച്ച് ഫീൽഡ് സെറ്റ് ചെയ്യും. ആ ഫീൽഡിനനുസരിച്ച് ക്യാപ്റ്റനുമായിട്ട് ചർച്ച ചെയ്ത് ഞാൻ ഈ ഫീൽഡിൽ ഓക്കെ ആണ്, ഓക്കെ അല്ലെങ്കിൽ ഞാനൊന്ന് ഫീൽഡ് മാറ്റിക്കോട്ടെ എന്ന് ക്യാപ്റ്റനോട് ചോദിക്കും. ക്യാപ്റ്റൻ അത് സമ്മതിച്ചിരിക്കും. കാരണം ബൗളർ, ഇത്രയും ലോകോത്തര ബൗളർ ജസ്പ്രീത് ബുംറയൊക്കെ ഫീൽഡ് സെറ്റ് ചെയ്യാൻ ഇനി ആര് പഠിപ്പിക്കണം? ബുംറ ഫീൽഡ് സെറ്റ് ചെയ്യുകയാണെങ്കിൽ അതനുസരിച്ച് തന്നെ ക്യാപ്റ്റൻ തലയാട്ടും. ഒരു തർക്കമില്ല അക്കാര്യത്തിൽ. കാരണം ബുംറ ഈസ് നോട്ട് എ ന്യൂ ബൗളർ. ബുംറ അതനുസരിച്ച് ഫീൽഡ് സെറ്റ് ചെയ്യുന്ന സമയത്ത് ഹാർദിക് പാണ്ഡ്യ പറയുന്നു, വേണ്ട, ഞാൻ ഫീൽഡ് സെറ്റ് ചെയ്തോളാം, അതനുസരിച്ച് അങ്ങ് എറിഞ്ഞാൽ മതി. പക്ഷേ ബുംറ ഒട്ടും അതിൽ ഹാപ്പി ആയിരുന്നില്ല. ബുംറയും ഹാർദിക് പാണ്ഡ്യയും തമ്മിൽ ഗ്രൗണ്ടിൽ വെച്ച് തന്നെ തർക്കം ഉണ്ടാവുന്നു. വാങ്കഡയാണ് സ്റ്റേഡിയം. അത്രയും നീലക്കടൽ കാണികൾ അവരെല്ലാം അമ്പരന്ന് പോയി. ഇതല്ല ഞങ്ങളുടെ മുംബൈ ഇന്ത്യൻസ് എന്നാണ് ആരാധകർ പറഞ്ഞത്. ഹാർദിക് പാണ്ഡ്യയുടെ അഹങ്കാരവും ആറ്റിറ്റ്യൂഡും വെച്ചൊന്നും കളി ജയിക്കാൻ കഴിയില്ല എന്നതുകൂടി മത്സരത്തിന് ശേഷം എക്സിൽ മുംബൈ ഇന്ത്യൻസ് ആരാധകർ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഹാർദിക് പാണ്ഡ്യ ആദ്യമായിട്ടൊന്നുമല്ലല്ലോ മുംബൈ ഇന്ത്യൻസ് ജേഴ്സിയിൽ നിന്ന് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കുന്നത്. രോഹിത് ശർമ്മയെ ഡീപ്പിലേക്ക് ഫീൽഡിങ്ങിന് വേണ്ടി പറഞ്ഞയച്ചപ്പോൾ രോഹിത് ശർമ്മയും ഹാർദിക് പാണ്ഡ്യയും തമ്മിൽ തർക്കങ്ങളുണ്ട് എന്ന് അന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. പിന്നീട് 2024 T20 ലോകകപ്പ് ജയിച്ചതിന് ശേഷം ഹാർദിക്കും രോഹിത്തും ചേർത്ത് കെട്ടിപ്പിടിച്ചതിന് ശേഷം ആ വിവാദങ്ങളൊക്കെ മാറ്റി നിർത്തിയെങ്കിൽ പോലും ഹാർദിക് ഒരു തരി പോലും മാറുന്നില്ല. ഹാർദിക് ഇസ് എ ക്യാപ്റ്റൻ എന്ന് ഹാർദിക് വീണ്ടും അത് തോളിലേറ്റുന്ന സാഹചര്യം. ഞാൻ തീരുമാനിക്കും എന്നത് തന്നെയാണ് ഹാർദിക്കിന്റെ ബോഡി ലാംഗ്വേജ്. എന്നാൽ അതൊക്കെ ഗ്രൗണ്ടിലേക്ക് വരുന്നുണ്ടോ ഇല്ല. ജസ്പ്രീത് ബുംറയെ പോലൊരു ബൗളറിനെ നിങ്ങൾക്ക് കിട്ടിയിട്ട് നിങ്ങൾ എപ്പോഴാണ് അയാളെ യൂസ് ചെയ്യുന്നത് എന്ന് കമന്റേറ്റേഴ്സ് ചോദിച്ചിരുന്നു. കഴിഞ്ഞ മത്സരത്തിൽ 196 അടിച്ച് മുംബൈ ഇന്ത്യൻസിന് ഡിഫെൻഡ് ചെയ്യാൻ പോലും കഴിയാതെ നിന്നു. പഞ്ചാബ് കിങ്സ് തൂക്കിയടിച്ച് ആ വിജയം കൈപ്പിടിയിൽ ഒതുക്കുകയായിരുന്നു. കൃത്യമായ ബാറ്റിംഗ് ആയിരുന്നു പഞ്ചാബിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നത്. റൺ റേറ്റ് എത്രയായിരുന്നു റിക്വയർഡ്, അതനുസരിച്ച് തന്നെയാണ് അവർ ഇന്നിങ്സ് പേസ് ചെയ്തത്. മുംബൈ തുടങ്ങിയത് ദീപക് ചഹറിന്റെ ഓവർ വെച്ചിട്ടാണ്. ആ ഓവറിൽ പിറന്നത് 21 റൺസാണ്. പ്രഭ്സിമ്രൻ സിംഗും പ്രിയൻഷ് ആര്യയുമായിരുന്നു ഓപ്പണേഴ്സായി എത്തിയത്. ആദ്യത്തെ ഓവറിൽ 21 റൺസ് സെക്കൻഡ് ബാറ്റിംഗ് ടീം അടിച്ചെടുക്കുമ്പോൾ അവർക്കുണ്ടാവുന്ന കോൺഫിഡൻസ് ഊഹിക്കാൻ കഴിയുമോ? അത്രയും വലിയ കോൺഫിഡൻസ് ആണ്. നിങ്ങൾക്ക് ബുംറയെ പോലൊരു വജ്രായുധം കിട്ടിയിട്ട് എന്തുകൊണ്ട് നിങ്ങൾ ബുംറയെ ഫസ്റ്റ് ഓവർ എടുക്കുന്നില്ല? കമന്റേറ്റേഴ്സ് പറഞ്ഞ വാചകം ഇതാണ്. അപ്പോൾ 21 റൺസ് ആ ഓവറിൽ പോയതിനു ശേഷം രണ്ടാമത്തെ ഓവർ എറിയിക്കാൻ വേണ്ടി നിങ്ങൾ ബുംറയെ കൊണ്ടുവരുന്നു. ബുംറയുടെ ഓവറിൽ പിറന്നത് 5 റൺസ് മാത്രം. പക്ഷെ നിങ്ങൾ സ്കോർ ബോർഡ് നോക്കിയേ, 2 ഓവറിൽ നിന്നും 26 റൺസ്. ബാറ്റിംഗ് ടീമിന് എന്തെങ്കിലും ക്ഷീണമുണ്ടോ? ഇല്ല. റിക്വയർഡ് റൺ റേറ്റ് 13 എപ്പോൾ തന്നെ. അപ്പോൾ ബുംറയെ നിങ്ങൾ ഫസ്റ്റ് അപ്പ് യൂസ് ചെയ്യുക, പ്രഷർ ബാറ്റിംഗ് ടീമിലേക്ക് കൊണ്ടെത്തിക്കുക എന്ന് ചെയ്യുന്നതിന് പകരം ഹാർദിക് പാണ്ഡ്യയുടെ തലയ്ക്കകത്ത് ഉദിക്കുന്ന ഓരോ കാര്യങ്ങൾ വെച്ചിട്ടാണ് അദ്ദേഹം പോകുന്നത്. പക്ഷേ അദ്ദേഹം കൃത്യമായിട്ട് പിന്നീട് അങ്ങോട്ട് യൂസ് ചെയ്തു എന്നതും കൂടി പറഞ്ഞാൽ പോലും അവിടെ തന്നെ തർക്കങ്ങൾ നിൽക്കുകയാണ്. എന്നാൽ പോലും മുംബൈ ഇന്ത്യൻസിന്റെ ഓൺ പേപ്പറിൽ എടുത്ത് നോക്കിയേ, താരങ്ങളുടെ നിരയല്ലേ. ഹാർദിക് പാണ്ഡ്യ, ജസ്പ്രീത് ബുംറ, രോഹിത് ശർമ്മ, സൂര്യകുമാർ യാദവ്, തിലക് വർമ്മ, റയൻ റിക്കിൾട്ടൺ, ക്വിന്റൺ ഡി കോക്ക്, ദീപക് ചഹർ, നിങ്ങൾക്ക് ആരെയൊക്കെ വേണോ അവരെല്ലാവരും നിറഞ്ഞ ഒരു ടീം, ക്ലാസ് നിറഞ്ഞ ടീം, ഫോറിൻ പ്ലേയേഴ്സിൻ്റെ ഏറ്റവും വലിയ വിലപ്പെട്ട ഫോറിൻ പ്ലേയേഴ്സ് ഉള്ള ടീം, ഇന്ത്യൻ താരങ്ങളിൽ ഏറ്റവും ശക്തരായ ഇന്ത്യൻ താരങ്ങളുള്ള ടീം. എന്നിട്ട് എന്താ സംഭവിച്ചത്? കഴിഞ്ഞ 4 മത്സരങ്ങളിൽ തുടർ പരാജയങ്ങൾ. അവിടെ ടീമിലെ പ്രശ്നങ്ങൾ, ഡ്രസ്സിംഗ് റൂമിലെ പ്രശ്നങ്ങൾ തന്നെയാണ് മുംബൈയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. ഈഗോ, ഇത്രയും
എക്സ്പീരിയൻസ് നിൽക്കുമ്പോഴേക്കും എന്നെക്കാൾ പരിഗണന, അവനേക്കാൾ പരിഗണന, ഇവന് എന്നൊക്കെ പറഞ്ഞുള്ള ഈഗോ മുംബൈ ഇന്ത്യൻസ് ക്യാമ്പിൽ അടിക്കുന്നുണ്ടോ എന്നതും കൂടി നിർണായകമായൊരു ചോദ്യവുമായിട്ട് നിൽക്കുകയാണ്. അതാണോ മുംബൈയുടെ പരാജയത്തിന് പിന്നിലുള്ള കാരണം എന്നതുകൂടി വ്യക്തമാക്കേണ്ടിയിരിക്കുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.